ഇന്ത്യൻ വ്യോമസേനയുടെ എയർബേസുകളിൽ അധികം വൈകാതെ തന്നെ ഒന്നല്ല 6 എണ്ണമെങ്കിലും ഇത്തരം വെള്ള അരയന്നങ്ങൾ ഒരുമിച്ച് ചിറക് വിരിച്ച് പറന്നിറങ്ങും. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പച്ചക്കൊടി കെട്ടിയാൽ ഈ അരയന്നങ്ങൾ ഇന്ത്യയുടെ മറ്റൊരു കരുത്തുമാകും. പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി ഇന്ത്യൻ അതിർത്തികളിൽ S-400 എന്ന പ്രതിരോധ സംവിധാനം ഇപ്പോഴും സജീവമാണെങ്കിൽ ആകാശത്ത് കൂടി ഈ വൈറ്റ് സ്വാൻ സൂപ്പർസോണിക് വേഗതയിൽ ശത്രുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തുന്ന ചലിക്കുന്ന ആകാശത്തെ S-400 സിസ്റ്റമാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നല്ല ഒന്നിലധികം മിസൈൽ പ്രഹരങ്ങൾ ഈ വെള്ള അരയന്നങ്ങളിൽ നിന്നും ഉറപ്പുമാണ്. പാകിസ്ഥാൻ ഓർത്തു വയ്ക്കേണ്ടത് ഒറ്റയടിക്ക് 12 ബ്രഹ്മോസ് മിസൈലുകൾ വരെ വഹിക്കാനുള്ള ശേഷി ഈ വിമാനങ്ങൾക്കുണ്ട്. ഇതാണ് ടുപോളേവ് Tu-160. നല്ല ഒന്നാന്തരം ആണവ പോർമുന വാഹിനി കൂടിയാണ് ഈ വിമാനങ്ങൾ. വൈറ്റ് സ്വാൻ, വെളുത്ത അരയന്നം എന്ന് റഷ്യ വിളിക്കും. ശത്രുക്കളോ നാറ്റോ അടക്കം ഭയത്തോടെ ബ്ലാക്ക് ജാക്ക് എന്ന് ശബ്ദം കുറച്ചുച്ചരിക്കും. റഷ്യയുടെ ടുപോളേവ് Tu-160 പഴയ 1970കളിൽ സോവിയറ്റ് യൂണിയനിലെ ടുപോളേവ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഒരു സൂപ്പർസോണിക് വേരിയബിൾ സ്വിംഗ് വിങ് ന്യൂക്ലിയർ ശേഷിയുള്ള ഹെവി സ്ട്രാറ്റജിക് ബോംബർ വിമാനം. അന്ന് ലോകം കണ്ട ഏറ്റവും ശക്തനായ കരുത്തനായ ബോംബർ വിമാനം. ലോകത്തെ ഏറ്റവും മികച്ച ബോംബർ വിമാനം US-ൻ്റെ B-2 ബോംബറാണെന്നാണ് പറച്ചില്ലെങ്കിലും ഈ റഷ്യൻ വൈറ്റ് സ്വാൻ ഒന്ന് ചിറക് വിരിച്ച് പറന്നാൽ നാറ്റോയും US-ഉമൊക്കെ ഒന്ന് കിടുങ്ങി വിറയ്ക്കും. ലോകത്തെ ഏറ്റവും ശക്തമായ 5 ബോംബറുകൾ ഇപ്പോഴുണ്ടെന്നാണ് ഈ 2025 ഏറ്റവും പുതിയ കണക്കുകൾ. അവർ റഷ്യയുടെ ടുപോളേവ് Tu-160 ബ്ലാക്ക് ജാക്ക്, US-ൻ്റെ Yingbi-52H സ്ട്രാറ്റോഫോർട്രസ്, പിന്നെ നോർത്രോപ്പ് ഗ്രൂമൻ്റെ B-2 സ്പിരിറ്റ്, പിന്നെ റോക്ക്വെൽ B-1B ലാൻസർ, അടുത്തത് ചൈനയുടെ CN-H6K-N എന്നിവയാണ്. ഇവയിൽ സമാനതകളില്ലാത്ത പേരോടും വേഗതയും കാരണം Tu-160 ഏറെ മുന്നിലാണ്. വേഗതയിലുള്ള ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ് ഈ വിമാനം. ഇതിൻ്റേത് എയർബോൺ മിസൈൽ പ്ലാറ്റ്ഫോമാണ്. വിമാനത്തിൻ്റെ ആകൃതി തന്നെ അമേരിക്കയുടെ ഈയിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ B-2 ബോംബർ വിമാനങ്ങളെപ്പോലെ തന്നെ ഭീമാകാരം. 54 മീറ്റർ ഉയരമുള്ള ബോയിങ് B-2 സ്ട്രാറ്റോഫോർട്രസിനേക്കാൾ നീളം കൂടുതലാണ്. ഇവിടെ ചിറക് കണ്ടായിരുന്നോ? അരയന്നം പോലെയാണ്. പറന്നു തുടങ്ങാനായി വിരിക്കുമ്പോൾ 56 മീറ്ററും പിന്നിലേക്ക് പറത്തുമ്പോൾ 36 മീറ്ററുമാണ് അതിൻ്റെ ചിറകുകളുടെ നീളം. റഷ്യൻ എയറോസ്പേസ് ഫോഴ്സിൻ്റെ ലോങ് റേഞ്ച് ഏവിയേഷൻ ബ്രാഞ്ചാണ് ഇപ്പോൾ ഈ Tu-160 വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. പഴയ സോവിയറ്റ് വ്യോമസേനയ്ക്ക് രൂപകൽപ്പന ചെയ്ത അന്നത്തെ തന്ത്രപ്രധാനമായ ബോംബർ Tu-160 87 ആണ് സോവിയറ്റ് യൂണിയൻ്റെ സർവീസിൽ പ്രവേശിച്ചത്. പരമ്പരാഗതമായ പോർമുനകൾ വഹിക്കാനും ആണവ ബോംബുകൾ വേണ്ടി വന്നാൽ വിക്ഷേപിക്കുവാനുമാണ് സോവിയറ്റ് യൂണിയൻ ഇത് നിർമ്മിച്ചത്. 91 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടപ്പോൾ അടുത്ത വർഷം തന്നെ 92 ഇതിൻ്റെ ഉൽപ്പാദനവും നിർത്തിവെക്കേണ്ടി വന്നു. പുതുതായി സ്വതന്ത്രരായ റഷ്യ, ഉക്രൈൻ എന്നീ സോവിയറ്റ് യൂണിയൻ്റെ അനന്തരാവകാശികൾക്ക് ഈ വിമാനങ്ങൾ ഭാഗിച്ചു നൽകി. റഷ്യൻ വ്യോമസേനയ്ക്ക് 13ഉം ഉക്രൈൻ വ്യോമസേനയ്ക്ക് അന്ന് 19 Tu-160 വിമാനങ്ങൾ വീതം വെച്ച് കൊടുത്തു. പിന്നീട് ഒരുപാട് ചർച്ചകൾ നടത്തി 8 ഉക്രൈൻ്റെ കൈവശമുള്ള 8 Tu-160 വിമാനങ്ങൾ റഷ്യ തിരികെ വാങ്ങി. ബാക്കിയുള്ള 11 എണ്ണം 90കളുടെ അവസാനത്തിൽ നൺലുഗർ സഹകരണ ഭീഷണി കുറയ്ക്കൽ കരാറിന് കീഴിൽ റഷ്യ പിൻവലിച്ചു. ഈ നടപടിയെ തുടർന്ന് വിമാനത്തിൻ്റെ ഏക ഓപ്പറേറ്റർ അങ്ങനെ റഷ്യൻ എയറോസ്പേസ് ഫോഴ്സിൻ്റെ ലോങ് റേഞ്ച് ഏവിയേഷൻ ബ്രാഞ്ചായി. റഷ്യക്ക് ഇപ്പോഴുമുള്ളത് 17 Tu-160 വിമാനങ്ങളാണ്. നാറ്റോയും US-ഉം ഒക്കെ ഇതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. Tu-160M ഒരു പറക്കുന്ന S-400 തന്നെയാണ്. ഈ അരയന്നം നമ്മുടെ വ്യോമസേനയിൽ ഉണ്ടെങ്കിൽ ശത്രുരാജ്യത്ത് നമ്മുടെ ജെറ്റുകൾ സുരക്ഷിതമായി ദൗത്യം പൂർത്തീകരിച്ച് തിരികെ വരും. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് ടുപോളേവ് വിമാനത്തിൻ്റെ ഒരെണ്ണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് ഇന്ത്യ ആ ദൗത്യം പൂർത്തീകരിച്ചത്. സാധാരണ ജെറ്റുകൾ പരാജയപ്പെടുന്ന ഉയർന്ന പർവ്വതങ്ങളടങ്ങുന്ന ഇടങ്ങളിൽ തികച്ചും മാരകവും കൃത്യതയുമുള്ള ടാർഗറ്റിംഗ് ആണ് ഈ വിമാനത്തിൻ്റെ മറ്റൊരു സവിശേഷത. റഷ്യൻ ആയുധങ്ങളുടെ മേന്മ ഒന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ്റെ സൈനിക ആവശ്യങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ നീങ്ങുന്നത് വാങ്ങാനായി. തീർന്നിട്ടില്ല. AC-57 അത് 4.5 തലമുറയാണ്.
ഇത്തരത്തിലുള്ള ഏറ്റവും ഉയർന്ന പേലോഡ് ശേഷിയുള്ള ക്രൂയിസ് കൺട്രോൾ ഉള്ള ഒരു ലോങ് റേഞ്ച് ഫൈറ്റർ ജെറ്റ് ലോകത്ത് മറ്റാർക്കുമില്ല. ഇന്ത്യൻ വ്യോമസേന ഇനി എന്നാണ് SU-57 വിമാനങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങിക്കൂട്ടുകയെന്നാണ് അറിയേണ്ടത്. അടുത്തത് S-500 സംവിധാനം. അത് മറ്റൊരു തലത്തിലാണ്, വേറെ ലെവലാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 80,000-ഓളം പ്രൊജക്ടൈലുകളെയാണ് ഉക്രൈനിൽ നിന്ന് വന്ന ഡ്രോൺ, മിസൈൽ തുടങ്ങിയ പ്രൊജക്ടൈലുകളെയാണ് കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് റഷ്യയുടെ S-500 പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പടിഞ്ഞാറൻ യൂറോപ്പ് റഷ്യയിൽ നിന്നും ഭയപ്പെടുന്നത്. കാരണം റഷ്യയുടെ പക്കൽ S-400-ഉമുണ്ട്, S-500-ഉമുണ്ട്. ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഇപ്പോൾ S-500. അതും ഇന്ത്യയിലേക്ക് എന്ന് വരുമെന്ന് ഇനി കാത്തിരുന്ന് കാണണം. അടുത്തത് വൊറോണസ് റഡാർ. ലോകത്തെ ഏറ്റവും മാരകമായ ഏത് വിമാനത്തെയും ഏത് മിസൈലിനെയും എത്ര ദൂരപരിധിയിൽ നിന്ന് വേണമെങ്കിലും കണ്ടെത്തി നിർവീര്യമാക്കാൻ സാധിക്കുന്ന ശേഷിയുള്ള റഷ്യയുടെ വൊറോണസ് റഡാർ. ഇന്ത്യൻ സേനയുടെ പക്കൽ ഈ വിദൂര തിരച്ചിൽ ശേഷിയുള്ള റഡാർ ലഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് മറ്റൊരു ഗെയിം ചേഞ്ചറാണ്. ഇന്ത്യയുടെ പ്രയോഗ സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ നവീകരിച്ച് ഏത് സാഹചര്യത്തിനും സജ്ജമായിരിക്കണം എന്ന സന്ദേശമാണ് മുമ്പ് അത് പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് യൂറോപ്പ് പോലും നൽകുന്നു. കാരണം അതാണ് കഴിഞ്ഞ ദിവസം നാറ്റോയുടെ ഒരു ഉണ്ടയില വെടിയും ഭീഷണിയും ഒക്കെ ഇന്ത്യക്ക് നേരെ വന്നത്. എന്തായാലും കരുതിയിരിക്കേണ്ട അത്യാവശ്യമാണ്. പടിഞ്ഞാറ് യൂറോപ്പിന് പാകിസ്ഥാനെയോ ചൈനയോ സ്വാധീനിച്ച് ഇന്ത്യയിൽ മാരകമായ ആക്രമണം അയച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം സമയം പാഴാക്കാനില്ല. റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളെല്ലാം സാങ്കേതിക വിദ്യ അടക്കം ഇന്ത്യ കൈവശപ്പെടുത്തിയിരിക്കണം. കാരണം ഇന്ത്യയുടെ മുന്നിലെ മാർഗം അത് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാരണം, റഷ്യ ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്നതും ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുമുള്ള ഒരു രാജ്യം കൂടിയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച